നമ്മൾ ഈജിപ്ഷ്യൻ മിത്തോളജി എന്ന് കേൾക്കുമ്പോഴേ ഓർക്കുന്നത് എന്താ? പിരമിഡുകൾ, മമ്മികൾ, പിന്നെ റാ, ഐസിസ്, ഒസിരിസ്, അങ്ങനെ ഒരുപാട് ദൈവങ്ങൾ അല്ലേ? ഇതെല്ലാം കൂടി ചേർന്ന് ഒരൊറ്റ വലിയ കഥയാണെന്നാണ് നമ്മളിൽ പലരും വിചാരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ അതങ്ങനെയല്ല. ശരിക്കുള്ള കഥ ഈജിപ്തിലെ വിശ്വാസങ്ങളിലെ വൈരുദ്ധ്യങ്ങൾ തന്നെയാണ്. ആ വൈരുദ്ധ്യങ്ങൾ ഒരു തെറ്റായിരുന്നില്ല, അത് തന്നെയായിരുന്നു ആ കഥ. അപ്പോ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. ശരിക്കും ഒരൊറ്റ ഈജിപ്ഷ്യൻ മതം എന്ന് പറയാൻ ഒന്നുണ്ടായിരുന്നോ? ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു സംസ്കാരത്തിന് ഒരൊറ്റ കൃത്യമായ ഒരു മതവിശ്വാസം മതിയോ? അതോ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിലും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണോ? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷെ ഈ വാക്കുകളിലുണ്ടാകും. 100 വർഷം മുൻപ് 1913 ഡൊണാൾഡ് എ മക്കൻസി പറഞ്ഞ ഒരു കാര്യമാണ്. ഈജിപ്തുകാരുടെ മതപരമായ ആശയങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം, പക്ഷേ ഒരു ഈജിപ്ഷ്യൻ മതത്തെക്കുറിച്ച് സംസാരിക്കാനാവില്ല. എന്നുവെച്ചാൽ എന്താ? അവർക്ക് ഒരൊറ്റ ഹോളി ബുക്കോ കൃത്യമായ നിയമങ്ങളോ ഉണ്ടായിരുന്നില്ല. പകരം ഒരുപാട് കാലം കൊണ്ട് രൂപപ്പെട്ട, പലയിടത്തു നിന്നും വന്ന, കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരുപാട് വിശ്വാസങ്ങളായിരുന്നു അവരുടേത്. അപ്പോൾ ഈജിപ്ഷ്യൻ വിശ്വാസങ്ങളെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് തന്നെ ഒരുതരം ആശയക്കുഴപ്പമാണ്. പക്ഷേ ഇതൊരു പ്രശ്നമായി കാണുന്നതിന് പകരം നമുക്കിതിനെ ഒരു ഡിറ്റക്റ്റീവ് കഥ പോലെ കണ്ടാലോ? എന്തുകൊണ്ടാണ് ഇത്രയധികം ദൈവങ്ങൾ? എന്തിനാണ് ഒരേ കാര്യത്തെപ്പറ്റി പല പല കഥകൾ? നമുക്ക് നോക്കാം. ഇപ്പോൾ നോക്കൂ, ഐസിസ് ദേവിയെപ്പോലുള്ള ചില മുഖങ്ങൾ നമുക്ക് നല്ല പരിചയമുണ്ടാകും. പക്ഷെ സത്യത്തിൽ പുരാതന ഈജിപ്തിൽ ആയിരക്കണക്കിന് ദേവീദേവന്മാരുണ്ടായിരുന്നു. ഓരോ പട്ടണത്തിനും ഗ്രാമത്തിനും അവരുടേതായ പ്രത്യേക ദൈവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ദൈവങ്ങളുടെ എണ്ണവും പിന്നെ അവരുടെ കഥകൾ തമ്മിലുള്ള പൊരുത്തക്കേടുകളും തന്നെയാണ് ഈജിപ്ഷ്യൻ മിത്തോളജി മനസ്സിലാക്കുന്നതിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളി. അപ്പോൾ ഈ ആശയക്കുഴപ്പത്തിന് കാരണമെന്താ? അതിൻ്റെ ആദ്യത്തെ ഉത്തരം ഈജിപ്തിലെ ജനങ്ങൾ തന്നെയാണ്. അവർ ഒരൊറ്റ വംശത്തിൽപ്പെട്ട ആളുകളായിരുന്നില്ല. പല കാലഘട്ടങ്ങളിലായി പലയിടത്തുനിന്നും വന്ന് ഒത്തുചേർന്ന ഒരു മിക്സ്ഡ് ജനതയായിരുന്നു അത്. ഇതിനെ ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ, നൈൽ നദിയുടെ തീരത്ത് പണ്ടേ താമസിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. അവരുടെ അടുത്തേക്ക് പല സ്ഥലങ്ങളിൽ നിന്നും പുതിയ ആളുകൾ വന്നു ചേർന്നു. വന്ന ഓരോ കൂട്ടരും അവരുടെ സ്വന്തം ദൈവങ്ങളെയും സ്വന്തം കഥകളെയും സ്വന്തം ആചാരങ്ങളെയും കൂടെ കൊണ്ടുവന്നു. കാലം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് ഒരു പുതിയ സംസ്കാരമുണ്ടായി, ഒരുതരം മെൽറ്റിംഗ് പോട്ട് പോലെ. ഈ വൈരുദ്ധ്യങ്ങൾക്ക് മറ്റൊരു വലിയ കാരണം കൂടിയുണ്ട്. അത് രണ്ട് വ്യത്യസ്തമായ ആശയങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നു. അതായത്, ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് തന്നെ അവർക്കിടയിൽ രണ്ട് പ്രധാനപ്പെട്ട വിശ്വാസങ്ങളുണ്ടായിരുന്നു. നോക്കൂ, ഒരു വശത്ത് ഒരു പുരുഷ ദൈവത്തിൽ വിശ്വസിക്കുന്നവരുണ്ടായിരുന്നു. പിതാഹിനെ പോലെയുള്ള ഒരു ദൈവം സ്വയം ഉണ്ടായി, എന്നിട്ട് ഒരു ശില്പിയെപ്പോലെ ഈ പ്രപഞ്ചത്തെ കൊത്തിയുണ്ടാക്കി എന്നവർ വിശ്വസിച്ചു. കൂടുതലും കുടിയേറി വന്നവരും കരകൗശല പണിക്കാരുമൊക്കെയായിരുന്നു ഈ വിശ്വാസക്കാർ. മറുവശത്ത് മറ്റൊരു കൂട്ടർ വിശ്വസിച്ചത് എല്ലാത്തിനും ജന്മം നൽകിയത് ഒരു മഹാദേവിയാണ് എന്നായിരുന്നു. മെഡിറ്ററേനിയൻ ഭാഗത്തുനിന്നുള്ളവരായിരുന്നു ഈ വിശ്വാസം കൊണ്ടുവന്നത്. അപ്പോൾ ഈ രണ്ട് വലിയ ആശയങ്ങളും ഒരേ നാട്ടിൽ ഒരേ സമയം നിലനിന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ പല നാടുകളിൽ നിന്നുള്ള മനുഷ്യരും പരസ്പരം ചേരാത്ത രണ്ട് വലിയ ആശയങ്ങളും ഒന്നിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഒരേ കാര്യത്തെപ്പറ്റി തന്നെ പല തീർത്തും വ്യത്യസ്തമായ കഥകളുണ്ടായി. നമുക്ക് ലോകം എങ്ങനെയുണ്ടായി എന്നതിൻ്റെ കഥകൾ തന്നെ നോക്കാം. ഒരു കഥ ഇങ്ങനെയാണ്. പണ്ട് ഒരു വലിയ അരയന്നം ഭയങ്കര ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഒരു മുട്ടയിട്ടു. ആ മുട്ട വിരിഞ്ഞപ്പോൾ അതിൽ നിന്ന് സൂര്യൻ പുറത്തുവന്നു. ഇനി മറ്റൊരു കഥ കേട്ടോളൂ. അതനുസരിച്ച് പാത്ത എന്ന കരകൗശലത്തിന്റെ ദൈവം ഒരു കുശവനെപ്പോലെ തന്റെ ചക്രത്തിൽ വെച്ച് ആ പ്രപഞ്ചമുട്ടയെ ഉണ്ടാക്കിയെടുത്തു എന്നാണ്. കണ്ടോ, ഇവിടെ ദൈവം ഒരു ആർട്ടിസ്റ്റാണ്. ഇനി മൂന്നാമതൊരു കഥയുണ്ട്. അത് ഇതിലും വിചിത്രമാണ്. ആ കഥയിൽ സൂര്യൻ എന്നത് ഒരു കാട്ടുകഴുതയാണ്. രാത്രിയാകുമ്പോൾ വരുന്ന ഒരു ഭീകര സർപ്പത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഈ കഴുത ആകാശത്തെ താങ്ങി നിർത്തുന്ന മലകൾക്ക് ചുറ്റും ഓടിക്കൊണ്ടേയിരിക്കുകയാണത്രേ. ഒന്നാലോചിച്ചു നോക്കൂ, ലോകസൃഷ്ടിയെപ്പറ്റി മാത്രം എത്ര വ്യത്യസ്തമായ കഥകളാണ്. ഈ വൈരുദ്ധ്യം മരണാനന്തര ജീവിതത്തിന്റെ കാര്യത്തിലുമുണ്ട്. സ്വർഗ്ഗത്തിലേക്ക് പോകാൻ അവർക്ക് രണ്ട് വഴികളുണ്ടായിരുന്നു. ഒന്ന്, ഒസിരിസിന്റെ സ്വർഗ്ഗം. അവിടെ എത്തണമെങ്കിൽ നിങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യണം, വിതച്ചത് കൊയ്യും എന്ന പോളിസി. എന്നാൽ രണ്ടാമത്തെ വഴി സൂര്യദേവനായ റായുടെ സ്വർഗ്ഗത്തിലേക്കായിരുന്നു. അവിടെ എത്താൻ നല്ല പ്രവൃത്തികളല്ല വേണ്ടത്, പകരം ചില മാന്ത്രിക മന്ത്രങ്ങളും രഹസ്യവാക്കുകളും അറിഞ്ഞാൽ മതി. അതായത്, ഒരിടത്ത് നിങ്ങളുടെ കർമ്മം പ്രധാനം, മറ്റൊരിടത്ത് നിങ്ങളുടെ അറിവ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ട ഈ ആശയക്കുഴപ്പങ്ങളൊക്കെ ഒരു പ്രശ്നമാണോ? ഒരിക്കലുമല്ല. സത്യത്തിൽ ഈ വൈരുദ്ധ്യങ്ങളെ ഒരു പ്രശ്നമായി കാണാതെ പുരാതന ഈജിപ്തിനെ മനസ്സിലാക്കാനുള്ള ഒരു താക്കോലായി നമുക്ക് കാണാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാം. ഒന്നാമത്തെ കാര്യം, ഈജിപ്ഷ്യൻ പുരാണം എന്നു പറയുന്നത് അവരുടെ ചരിത്രത്തിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ്.
രണ്ടാമതായി, ഈ കാണുന്ന വൈരുദ്ധ്യങ്ങളൊന്നും തെറ്റുകളല്ല, അതൊക്കെ ഓരോരോ കാലഘട്ടത്തെക്കുറിച്ചുള്ള സൂചനകളാണ്. പലതരം ആളുകൾ ഒന്നിച്ചപ്പോൾ അവരുടെ വിശ്വാസങ്ങളും ഒന്നായി. അതുകൊണ്ട് ഇതിലേതാണ് ശരിയായ കഥ എന്ന് തിരയുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം അങ്ങനെയൊന്നും ഇല്ല. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ആ ആശയക്കുഴപ്പങ്ങളുടെ കൂട്ടം ഒരു ബഗ്ഗല്ല, അതൊരു ഫീച്ചറാണ്. അതാ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഓരോ കഥയും ഓരോ വൈരുദ്ധ്യവും നമ്മളോട് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമാണ്. ഈജിപ്റ്റ് എന്ന വലിയൊരു സംസ്കാരം എങ്ങനെ ഉണ്ടായി എന്നതിന്റെ കഥ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ചോദ്യം തോന്നുന്നില്ലേ? പുരാതന ഈജിപ്തിന്റെ ചരിത്രം ഇത്രയധികം സങ്കീർണമാണെങ്കിൽ ഇന്ന് നമ്മൾ വളരെ സിമ്പിളാണെന്ന് കരുതുന്ന നമ്മുടെ സ്വന്തം ചരിത്രങ്ങൾക്കുള്ളിലും ഇതുപോലെ എത്ര കഥകൾ മറഞ്ഞുകിടക്കുന്നുണ്ടാവും?